ആലപ്പുഴയിലെ തൻ്റെ ഇടമുള്ള ഒരു നേതാവാണ് ജി സുധാകരൻ. അമ്പലപ്പുഴയിൽ നിന്നും 3 തവണ MLA ആയ നേതാവ്, 2 തവണ മന്ത്രിയായ വ്യക്തി. അദ്ദേഹം സഹകരണ വകുപ്പ് മന്ത്രിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ദേവസ്വത്തിൻ്റെ ചുമതല ഉള്ള മന്ത്രിയായിട്ടുണ്ട്. അദ്ദേഹം പിണറായി മന്ത്രിസഭയിൽ, അതായത് ആദ്യത്തെ മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു. എന്നാൽ പിണറായി വിജയനെ സ്തുതി പാടുന്ന സംഘത്തിൽ ഈ പറയുന്ന ജി സുധാകരൻ ഇല്ല. അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് നടത്തിയ പ്രവർത്തനങ്ങളെ വിമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മരുമകൻ ആ കസേരയിലേക്ക് കയറി ഇപ്പോൾ ഞെളിഞ്ഞിരിക്കുന്നത്. എപ്പോഴും മുന വെച്ച് സംസാരിക്കാനാണ് മുഹമ്മദ് റിയാസിൻ്റെ പരിപാടി. ജി സുധാകരനെ കൃത്യമായി ഉന്നം വെച്ച് തന്നെയാണ് മുഹമ്മദ് റിയാസ് പലതവണയും പാർട്ടിക്കുള്ളിലും അല്ലാതെയും വിമർശനം നടത്തിയിട്ടുള്ളത്. മുഹമ്മദ് റിയാസിനെ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ വലിയ തോതിൽ കുറ്റപ്പെടുത്താറുണ്ട് താനും. എന്നാൽ ഇപ്പോൾ ആലപ്പുഴയിലെ വിഭാഗീയതയും കരുനാഗപ്പള്ളിയിലെ പൊട്ടിത്തെറിയുമെല്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്യുമ്പോൾ ജി സുധാകരനെ CPIM പുറത്താക്കിയത് എന്തിൻ്റെ പേരിലാണ് എന്ന വലിയ ചോദ്യം ഉന്നയിക്കപ്പെടുകയാണ്. അതെ, ജി സുധാകരനെ പ്രത്യക്ഷത്തിൽ എല്ലാ സ്ഥാനമാനങ്ങളിൽ നിന്നും പുറത്താക്കിയത് CPIM പിണറായി വിജയൻ്റെ ആളുകൾ ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണ്. അത് ജി സുധാകരൻ അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. അംഗീകരിച്ചാലും ഇല്ലെങ്കിലും പിണറായി എടുക്കുന്ന തീരുമാനം അന്തിമമായിരിക്കും. കാരണം CPMലെ ഏകാധിപതി പിണറായി വിജയനാണ്. ഇനിയുള്ള കാലം പാർട്ടിയെ നയിക്കേണ്ടത് അമ്മായിയപ്പനും മരുമകനും തന്നെയെന്ന് പാർട്ടി തന്നെ കൃത്യമായി തീറെഴുതി കൊടുത്തതുപോലെ തന്നെയാണ് AKG സെൻറ്ററിൽ കാര്യങ്ങൾ നടക്കുന്നത്. AKG സെൻറ്ററിലെ അന്തം കമ്മികളുടെ ക്യാപ്സ്യൂൾ എന്നത് പിണറായി വിജയൻ്റെയും മരുമകൻ്റെയും ഉൽപ്പന്നങ്ങളാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ക്രമസമാധാന പ്രശ്നങ്ങളിൽ നട്ടം തിരിഞ്ഞിരിക്കുകയാണ് CPIM. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതും, അതുപോലെ കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തര ലോക്കൽ സമ്മേളനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിപ്പ് സംബന്ധിക്കുന്ന കാര്യവും ഒക്കെ വലിയ ചർച്ചയാണ്. ജി സുധാകരൻ അവശനായിരിക്കുമ്പോൾ ഒരൊറ്റ CPMകാരനും തിരിഞ്ഞു നോക്കിയില്ല എന്ന ആക്ഷേപം പരക്കെ മാധ്യമങ്ങളിൽ വന്നതാണ്. മുതിർന്ന CPM നേതാക്കളൊക്കെ തന്നെ പരിചയമുള്ള രീതി പോലും കാണിക്കുന്നില്ല. എന്നാൽ ആലപ്പുഴയിലെ ലോക്സഭാ അംഗമായിട്ടുള്ള KC വേണുഗോപാൽ ജി സുധാകരൻ്റെ ഭവനം സന്ദർശിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ വിവരങ്ങൾ തിരക്കിയതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പോൾ KPCC സെക്രട്ടറി കൂടിയായിട്ടുള്ള M ലിജു കൃത്യമായി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ജി സുധാകരൻ വളരെ കർക്കശമുള്ള, തൻ്റെ ഇടമുള്ള, അഴിമതിക്കാരനല്ലാത്ത ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അങ്ങനെയുള്ളവരെ പിണറായി ഏഴയലത്ത് അടുപ്പിക്കാറില്ല. പിണറായിക്ക് ഇങ്ങനെയുള്ളവരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. കാരണം അവരൊക്കെ ശക്തമായി ഒരു ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവരാണ്. ജി സുധാകരൻ യഥാർത്ഥ കൃഷ്ണപിള്ളയുടെ അനുയായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കൃത്യമായി പറയട്ടെ, ജി സുധാകരനെ പോലുള്ളവർക്ക് പാർട്ടിയിൽ ഒരു റോളുമില്ല.